താരസംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലുള്ള മത്സരത്തിനുള്ള സാധ്യതയേറുകയാണ്. ആരോപണ വിധേയരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നാണ് അമ്മയിലെ തിരുത്തൽവാദികൾ പറയുന്നത്. ജഗദീഷ് ആരോപണ വിധേയർക്കൊപ്പം ചേർന്നതിൽ തിരുത്തൽവാദികൾക്ക് കടുത്ത അമർഷമാണ് ഉള്ളത്. ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയില്ലെങ്കിൽ തിരുത്തൽവാദികളും മത്സരത്തിൽ ഉറച്ചു നിൽക്കും. അമ്മയിൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ശക്തമായ മത്സരത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. ജഗദീഷിനെതിരെ ഇപ്പോൾ തിരുത്തൽവാദികൾ തിരിഞ്ഞിരിക്കുകയാണ്. അമ്മയിൽ തിരുത്തൽവാദവുമായി ഒരു ഘട്ടത്തിൽ രംഗത്തെത്തിയ ജഗദീഷ് ചതിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ അമ്മയിൽ തിരുത്തൽ വേണമെന്ന് വാദിക്കുന്നവർ പറയുന്നത്. അതിനാൽ തന്നെ ജഗദീഷിനെതിരെയുള്ള ഒരു വികാരം പോലും തിരുത്തൽവാദികളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ശ്വേതാ മേനോനും ദേവനും മത്സരത്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട്. ജഗദീഷിനെതിരെ ശ്വേതാ മേനോൻ പ്രസിഡന്റായി മത്സരിക്കുവാനുള്ള സാധ്യതയാണ് ഏറുന്നത്. കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുത്തൽവാദികളുടെ ഭാഗത്തു നിന്നും ഓരോരോ പോസ്റ്റുകളിലേക്ക് ആരൊക്കെയാണ് മത്സരിക്കേണ്ടത്, പല പോസ്റ്റുകളിലേക്കും ഒരേ ആൾ തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആര് മത്സരിക്കണം എന്ന കാര്യത്തിൽ 2 ദിവസത്തിനുള്ളിൽ കൂടുതൽ വ്യക്തമായ ധാരണയുണ്ടാകും. പുതിയ സമവാക്യങ്ങൾ അമ്മയിൽ രൂപപ്പെട്ടു വരികയാണ്. ബാബുരാജിനെതിരെയാണ് ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുത്തൽവാദികൾ രംഗത്തെത്തിയിരിക്കുന്നത്. MS ഹരികൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, എന്തായാലും ബാബുരാജ് മത്സരരംഗത്തുണ്ടായാൽ ഒരു മത്സരം ഉറപ്പാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ലല്ലോ. തിരുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്ന ആളുകൾ എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത്? ജഗദീഷും ബാബുരാജിനൊപ്പം കൂടി എന്നുള്ളത് വസ്തുതയാണല്ലോ. ഇതിലാണല്ലോ ഇപ്പോൾ അമർഷം കനക്കുന്നത്. തീർച്ചയായും മഞ്ജുഷ് ഉപയോഗിച്ച വാക്ക് തന്നെയാണ് ശരി. ജഗദീഷ് ചതിച്ചു എന്നുള്ള വാദം തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അമ്മ താരങ്ങളുടെ ഇടയിൽ നിന്ന്. കാരണം പ്രത്യേകമായും ഈ അമ്മ സംഘടന പുതുതായിട്ട് ഒരു പുതിയ ഭരണസമിതി രൂപീകരിക്കുമ്പോഴേക്കും യാതൊരു രീതിയിലുമുള്ള നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള അമ്മയുടെ പേര് തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നത്. അതിനുശേഷം ഉണ്ടായിരുന്ന രാജ്യമൊക്കെ കേരള സമൂഹം കണ്ടതാണ്. അതിനുശേഷം പുതിയൊരു ഭരണസമിതി രൂപീകരിക്കുമ്പോൾ ഒരു തരത്തിലും ആരോപണ വിധേയർ ഉണ്ടാകരുത് എന്നുള്ള ശക്തമായ വാദം ഈ തിരുത്തൽവാദികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഒരു വലിയ വിഭാഗം ആളുകൾ തന്നെയുണ്ട്. അതിനിടയിൽ ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്ത്, ജഗദീഷും ശ്വേതാ മേനോനും തമ്മിൽ ശക്തമായ മത്സരം പ്രസിഡന്റ് സ്ഥാനത്ത് നടക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് ജഗദീഷും ബാബുരാജും തമ്മിലൊരു സഖ്യം ഉണ്ടാകുന്നത്. അത് കൂടുതൽ അമർഷം ജഗദീഷിനെ അനുകൂലിച്ചവരിൽ നിന്ന്, ആദ്യം അനുകൂലിച്ചവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം ആരോപണ വിധേയരെ അനുകൂലിച്ചുകൊണ്ട് ജഗദീഷ് രംഗത്തെത്തുന്നത് ഇതാദ്യമാണ്. കാരണം ഇതിനു മുൻപ് ബാബുരാജിനെതിരെ തന്നെ പരോക്ഷ വിമർശനം ജഗദീഷ് പലകുറി ആവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സമയത്ത് അമ്മയിലെ താരങ്ങൾ മാധ്യമങ്ങളെ കാണരുത് എന്ന് പറഞ്ഞിരുന്നതിൽ ആദ്യത്തെ താരം ജഗദീഷാണ്. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു സിനിമാ പ്രൊമോഷനിൽ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് ജഗദീഷിനോട് ചോദ്യം ചോദിച്ചപ്പോൾ മൗനം വെടിയുകയും അമ്മ താരങ്ങൾക്കെതിരെ തന്നെ ജഗദീഷ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ട്. അതും ചെറിയൊരു വിഷമമല്ല താരങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നാളുകൾക്കിപ്പുറം വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി ജഗദീഷ് മത്സരിക്കുമ്പോൾ അമ്മയ്ക്കകത്ത് ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ജഗദീഷ് ഹീറോയാണ്, അത് വാസ്തവമാണ്. കാരണം അന്ന് മുതൽ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് ജഗദീഷ് പൊതുസമൂഹത്തിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ അമ്മയ്ക്കുള്ളിൽ ജഗദീഷ് അങ്ങനെ ഒരു ഹീറോ പരിവേഷം അല്ല ഉള്ളത്. കാരണം വാക്ക് മാറ്റി പറഞ്ഞിരുന്നു ജഗദീഷ് എന്നത് ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ ബാബുരാജുമായിട്ട് ജഗദീഷ് സഖ്യം ഉണ്ടാക്കുന്നത് വരെ ജഗദീഷിനെതിരെ വലിയൊരു പ്രതിഷേധം തന്നെ അമ്മയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് യാതൊരു കാരണവശാലും ബാബുരാജ് പിന്മാറില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ബാബുരാജിനെതിരെ ശക്തമായ വിമർശനങ്ങൾ അമ്മയ്ക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. പത്രിക പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായി വരുന്നുണ്ട്. എന്നാൽ പോലും ഒരടി പിന്നോട്ട് വെക്കാൻ ബാബുരാജ് തയ്യാറെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ കാര്യം. ബാബുരാജ് സംഘടനയ്ക്കുള്ളിൽ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. സംഘടനയ്ക്കുള്ളിൽ വലിയൊരു നട്ടല് തന്നെയായിട്ട് ബാബുരാജ് മുൻ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നീ തിരുത്തൽവാദികൾ പറയുമ്പോൾ പോലും ബാബുരാജ് ഒരു കാരണവശാലും മത്സരിക്കാൻ യോഗ്യനല്ല. കാരണം അത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രംഗത്തെത്തുന്നത്. അതിനിടയിലാണ് ശ്വേതയുമായിട്ടുള്ള മത്സരം ശക്തമായി തന്നെ ജഗദീഷ് തുടരുന്നത്. അതോടൊപ്പം തന്നെ ദേവൻ പത്രിക നൽകിയത് ഉൾപ്പെടെ അതും വലിയ ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം സീനിയർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ദേവനെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി വാദിച്ചത് എന്നുള്ളതും ഒരു ശക്തമായ രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ത്രികോണ മത്സരം ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ട് എന്നുള്ളത് കണക്ക് കൂട്ടുമ്പോൾ പോലും ബാബുരാജിനെ അനുകൂലിച്ചുകൊണ്ട് ജഗദീഷ് തന്നെ രംഗത്തെത്തുമ്പോൾ തലപ്പത്തിരിക്കുന്നവർ എന്തിനാണ് ആരോപണ വിധേയരെ അനുകൂലിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുപിടിക്കുന്നത് എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ പഴയ അമ്മ തന്നെയായിരിക്കുമോ വീണ്ടും വരിക? കാരണം നമ്മൾ കണ്ടതാണ് അമ്മ നാണക്കേടിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പോവുകയും 17 ഭരണസമിതി അംഗങ്ങളും രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടായത്. അതേപടി വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണോ? അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ആരോപണ വിധേയരെ തലപ്പത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് അമ്മയ്ക്കുള്ളത് എന്നൊരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഹരി, ഇപ്പോൾ സിനിമാ നിരൂപകനായ ശ്രീ പല്ലിശ്ശേരി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ പല്ലിശ്ശേരി, ഇത് അമ്മ പിടിക്കുവാനുള്ള ഒരു മത്സരം എന്ന രീതിയിൽ ആയി കഴിഞ്ഞുവല്ലോ. ഈ ജഗദീഷ് ചതിച്ചു എന്നുള്ള ഒരു വികാരം ഉണ്ട്, അത് വാസ്തവമാണോ? അങ്ങനെ ഉണ്ടോ? തിരുത്തൽ വേണമെന്ന് പറയുന്നവർ ഇപ്പോൾ പറയുന്നത് ബാബുരാജ് മാത്രമല്ല ജഗദീഷും വേണ്ട എന്നാണല്ലോ. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്?
അല്ല അങ്ങനെ ഈ വേണ്ട എന്ന് പറയുന്നത് ഒരാൾക്ക് ഓരോ വോട്ടേ ഉണ്ടാവും, വോട്ട് ആദ്യം കൂടുതൽ ഉണ്ടാവില്ലല്ലോ. തിരുത്തൽവാദികൾ എന്ന് വെച്ചാല് ശരിയായ രീതിയിൽ സംഘടന പോകണമെന്ന് അഭിപ്രായം ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെ വേണ്ടത്. ഇത്രയും വലിയ സംഘടനയായ അമ്മയ്ക്ക് കോടികളുടെ സ്വത്തുണ്ട്. ആ സ്വത്ത് ഇനി ആര് വരണം എന്നുള്ളതാണ് ശരിക്ക്. ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള ഒരു നിഷ്ക്രിയരായിട്ട് നിൽക്കുകയാണ്. വരട്ടെ, വരുമ്പോ കാണാം. അവർ മറ്റുള്ള മനസ്സിലെന്താ, ഒരു വർഷം നടക്കട്ടെ, ആഗ്രഹമുള്ളവരൊക്കെ മത്സരിക്കട്ടെ, കൊതി തീരട്ടെ. ഈ ഭരിക്കാന്നുള്ളത് എളുപ്പകാര്യമല്ല എന്ന് അവർ തെളിയിക്കണം. അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് സംഘടന നേരായിട്ട് പോയില്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ഏർപ്പാടായിരിക്കും. ഇപ്പോ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. 31 തീയതി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെ നേരിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്നത് ഈ ജഗദീഷും ദേവനും തമ്മിലാണത്. പ്രസിഡന്റ് സ്ഥാനത്ത് അത് യാതൊരു സംശയവുമില്ല. കാരണം അത് സൈലന്റ് ആയിട്ട് അടിയൊഴുക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ദേവൻ എന്ന് പറയുന്നത് ഈ തിരുത്തലിന് വേണ്ടി വാദിക്കുന്നവരുടെ പക്ഷത്തുള്ള ആളാണ്. അദ്ദേഹം മാറില്ല. അപ്പോൾ ശ്വേത വേറൊരു പോസ്റ്റിലേക്ക് മത്സരിക്കുമെന്നാണോ? അല്ല, തിരുത്തലല്ല അവർ പറഞ്ഞത്. അവര് പറയണെന്ന് വെച്ചാല് ഈ സംഘടന നേരായ രീതിയിൽ കൊണ്ടുപോകണം. കാരണം മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറെ പേര് വരുമ്പോ ആര് ഭരിക്കണം എന്നുള്ള രീതിയിലാണത്. അപ്പൊ അങ്ങനെ വരുമ്പോ സീനിയേഴ്സ് ആണ് ശരിക്ക്. ദേവനായാലും ജഗദീഷ് ആയാലും ഇതിൽ സീനിയർ പോസ്റ്റാണ്. ഈ സംഘടന ഉണ്ടാക്കിയ കാലം മുതൽ ഈ സംഘടന ഉള്ളതാണ്. അവരെ സംബന്ധിച്ച് വേറെ അഴിമതികളില്ല, വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ജഗദീഷ് അത് പറഞ്ഞു ഇത് പറഞ്ഞു ഒക്കെ ഉണ്ടായിരിക്കാം. ജഗദീഷ് പറഞ്ഞു ജഗദീഷിന്റെ വ്യക്തിത്വം, ദേവൻ പറഞ്ഞു ദേവന്റെ വ്യക്തിത്വം, ശ്വേത പറഞ്ഞു ശ്വേതയുടെ വ്യക്തിത്വം. അപ്പൊ ആരെന്നുള്ളതല്ല, 31 തീയതി എന്തായാലും 3 പേരിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതിൽ ദേവൻ ഒരു കാരണവശാലും പിൻവലിക്കില്ല. അപ്പോൾ ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ. അപ്പോൾ ശ്വേതാ മേനോൻ ദേവൻ ഒരാൾ മാറിക്കൊടുക്കും, ദേവൻ മാറിക്കൊടുക്കില്ല. അപ്പോൾ ശ്വേത വേറൊരു പോസ്റ്റിലേക്ക് മത്സരിക്കുമെന്നാണോ? എനിക്ക് അറിയാൻ കഴിഞ്ഞത് ശ്വേത വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബാബുരാജ് മാറില്ല അല്ലേ? ഇല്ല, ഒരിക്കലും മാറില്ല. അതാണല്ലോ പ്രശ്നമാവുന്നത്. ഇപ്പോൾ ബാബുരാജ് മാറിയാൽ മത്സരം തന്നെ ഒഴിവാകുമെന്നല്ലേ ഇപ്പോൾ? ഇല്ലില്ല, അങ്ങനെ അർത്ഥമില്ല. ബാബുരാജ് മാറിയാൽ മത്സരം ഒഴിവാകും എന്നുള്ള അർത്ഥമൊന്നും ആരും പറഞ്ഞിട്ടില്ല. ബാബുരാജ് മാറില്ല എന്നുള്ള തീരുമാനമാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ബാബുരാജ് കാരണമാണ് മോഹൻലാൽ നേരത്തെ ഒഴിയേണ്ടി വന്നത്, അഡ്ഹോക് കമ്മിറ്റി വരേണ്ടി വന്നത് എന്നൊരു കാര്യം പ്രചരിക്കുന്നുണ്ടല്ലോ. അത് ശരിയാണോ? ബാബുരാജ് മാറാത്തത് കൊണ്ട് മാത്രമല്ല, വേറെ സംഭവങ്ങളുണ്ട്. അതൊരു കാരണങ്ങളിൽ ഒന്നാണ്, പല കാരണങ്ങളിൽ ഒന്നാണത്. കാരണം എന്താ പറയാ, അന്ന് ബാബുരാജ് ഒഴിയില്ല എന്ന് പറഞ്ഞാൽ ബാബുരാജിനെ പുറത്താക്കാനുള്ള അവകാശം ആ കമ്മിറ്റിക്കില്ലേ, മെമ്പർമാർക്കില്ലേ? എന്തുള്ളത് ചെയ്തില്ല. രാജിവെക്കണമെന്ന് കർശനമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ബാബുരാജ് രാജിവെക്കുമായിരുന്നു. വെക്കേണ്ട പറ്റില്ല, അല്ലെങ്കിൽ സംഘടന പുറത്തു പോകേണ്ടി വരും. ഈ ഇലക്ഷൻ മാത്രം വരുമ്പോൾ മാത്രം ഇങ്ങനെ കുത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല. നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ 6 മാസം ബാബുരാജ് എന്ത് പറഞ്ഞാലും ശരി, 6 മാസത്തിൽ ആ സംഘടനയെ നേരായ രീതിയിൽ നയിച്ചു എന്നുള്ള കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയം ഉണ്ടാവില്ല. അപ്പൊ എന്താ, അതിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഭവിക്കുക. അല്ലെങ്കിൽ പറയണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു, അത് പറയണ്ടേ? ഇപ്പൊ ചെയ്യേണ്ടത് എന്താ, ബാബുരാജ് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചെന്ന് പറയുക, അങ്ങനെയുണ്ടല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അയാൾ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമല്ലോ. അതിനേക്കാൾ നല്ലത് മത്സരിച്ച് ജയിക്കുമോ തോക്കുമോ എന്ന് നോക്കാനല്ലേ. പക്ഷെ ഇവിടെ ജഗദീഷ് പക്ഷേ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അദ്ദേഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തൊക്കെ സൈലന്റ് ആയി ഇരുന്നാൽ മതി എന്ന് പറയുകയും പിന്നീട് അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ കമ്മിറ്റിയെ ഭാരവാഹികൾക്കെതിരെ പറയുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ജഗദീഷിന്റെ അക്കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെയും ചതിച്ചു. ഞങ്ങളൊരു തിരുത്തൽ ആവശ്യപ്പെട്ടു, അതിനൊപ്പം നിൽക്കാമെന്ന് ജഗദീഷ് പറഞ്ഞു. ഇപ്പോൾ വാക്ക് മാറ്റി ബാബുരാജിനൊപ്പം കൂടുന്നു എന്നുള്ള കാര്യം അത് ശരിയുമാണല്ലോ. അല്ല, ജഗദീഷിന്റെ കാര്യത്തിൽ എന്താ പറയുക, ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങൾ അവരുടേത് മാത്രമാണ്. ഞാൻ മനസ്സിലാക്കിയ ജഗദീഷ് വെച്ചാൽ സത്യത്തില് ഒരു VS അച്യുതാനന്ദൻ എങ്ങനെയാണോ അതേപോലെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശരിക്കും ജഗദീഷ്.